വലിയൊരു അപകടത്തിൽപ്പെട്ട് തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആളാണ് മുൻ ബിഗ് ബോസ് താരം ഗബ്രി ജോസ്. ഇക്കഴിഞ്ഞ ജനുവരി 26-ന് നേര്യമംഗലം ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്ത് വെച്ചാണ് ഗബ്രിക്ക് ബൈക്ക് അപകടം സംഭവിച്ചത്. ഏറെക്കാലം ചികിത്സയിലായിരുന്നു. ഇപ്പോഴിതാ തനിക്ക് എങ്ങനെയാണ് ആ ഒരു അപകടം സംഭവിച്ചതെന്ന് പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗബ്രി. ദൈവം കൈകളിൽ താങ്ങിയതുകൊണ്ട് മാത്രമാണ് താൻ ജീവനോടെ ഇരിക്കുന്നതെന്ന് ഗബ്രി പറയുന്നു. കഥ ആരംഭിക്കുന്നത് ജനുവരി 24-ന് വൈകുന്നേരമാണ്. ദുഗാട്ടി കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് എന്നെ വിളിച്ചു. റിപ്പബ്ലിക് ഡേയുടെ അന്നൊരു റൈഡ് പോകുന്നുണ്ടെന്നും അത് കുട്ടിക്കാലത്തേക്കാണെന്നും പറഞ്ഞു. റിപ്പബ്ലിക് ഡേ ദുഗാട്ടിയുടെ റൈഡായിരുന്നു അത്. 2024-നാണ് ഞാൻ ബൈക്ക് മേടിക്കുന്നത്. പക്ഷെ ലോങ് റൈഡ് പോകാറില്ല. അതുകൊണ്ട് തന്നെ റൈഡിന് വേണ്ട ഗിയറുകൾ മിനിമലായി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ജനുവരി 18-ാം തീയതി എൻ്റെ അപ്പൻ അബുദാബിക്ക് പോയി. അതിനു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു റൈഡിനൊന്നും പോകരുതെന്ന്, താൻ നാട്ടിലുണ്ടാവില്ലെന്നും പറഞ്ഞു. ഞാൻ അതൊന്നും കാര്യമാക്കാതെ 26-ാം തീയതി റൈഡിന് പോയി. 28 റൈഡേഴ്സ് ഉണ്ടായിരുന്നു. 17 ലക്ഷം മുതൽ 70 ലക്ഷം രൂപ വരെ വില വരുന്ന ബൈക്കുകൾ റൈഡിലുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും കുട്ടിക്കാനത്തേക്കുള്ള റൈഡ് നല്ല രസമായിരുന്നു. ഞാനും ത്രില്ലിലായിരുന്നു. എനിക്കൊപ്പം ഉണ്ടായിരുന്നവർ ഏറെയും മുതിർന്നവരായിരുന്നു. ഞാൻ ശരീരത്തിന് ആവശ്യമായ പ്രോപ്പർ ഗിയറുകളൊന്നും തന്നെ ധരിച്ചിരുന്നില്ല. ഒരു ജീൻസും ഹുഡിയും ഹെൽമറ്റും ഗ്ലൗസും മാത്രമായിരുന്നു എൻ്റെ ശരീരത്തിൽ അന്നുണ്ടായിരുന്നത്. പ്രോപ്പർ ഗിയറുകൾ ധരിക്കാത്തത് കൊണ്ട് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. 3-4 ടീമായി തിരിഞ്ഞാണ് പോയത്. കുട്ടിക്കാനത്തെത്തി. അവിടെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫസ്റ്റ് റൈഡ് ആയതുകൊണ്ട് ആരെയും പരിചയമില്ലായിരുന്നു. അവിടെ വെച്ച് എല്ലാവരെയും ഞാൻ പരിചയപ്പെട്ടു. അക്കൂട്ടത്തിൽ സീനിയറായ ഒരാൾ പ്രോപ്പർ ഗിയറുകൾ ധരിക്കണമെന്നും എങ്കിൽ മാത്രമേ അടുത്ത റൈഡ് മുതൽ പങ്കെടുപ്പിക്കൂ എന്നും പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്കമാലിയിലേക്കുള്ള റൂട്ടാണ് തിരിച്ചു വരുമ്പോൾ പിടിച്ചത്. അതിനിടയിൽ എൻ്റെ ബൈക്കിൻ്റെ ബാക്ക് ടയർ സ്ലിപ്പാകുന്നതായി തോന്നി. റാഷ് ഡ്രൈവ് ഞാൻ ചെയ്യാറില്ല. കരിയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ 2 വീലറിൽ റിസ്ക് എടുക്കാൻ ഞാൻ നിൽക്കാറുമില്ല. നേര്യമംഗലം ചെക്ക് പോസ്റ്റിന്റെ ഭാഗം എത്തിയപ്പോൾ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഒരാൾ പെട്ടെന്ന് വലതുവശത്തേക്ക് വാഹനം തിരിച്ചു. അവിടെ അപ്പോൾ സംഭവിച്ചത് എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. ഞാൻ പറന്നുപോയി. വീടിനടുത്ത് നിന്ന് എഴുന്നേറ്റിരുന്ന് നോക്കിയപ്പോൾ ഇടത് കൈപ്പത്തി ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നതായി കണ്ടു. ഉടനെ മറ്റ് റൈഡേഴ്സ് വന്ന് എന്നെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപകടം സംഭവിച്ചപ്പോഴും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. എന്നെ കൈക്കുമ്പിളിൽ താങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. മേജർ ആക്സിഡന്റ് ആയിരുന്നുവെങ്കിലും പരിക്കുകൾ കുറവായിരുന്നു. ഞാൻ തെറിച്ചു വീണ സമയത്ത് കാറോ ബസ്സോ എന്തെങ്കിലും വന്നിരുന്നുവെങ്കിൽ എൻ്റെ കാർ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. ആംബുലൻസിൽ ആദ്യമായി അന്നാണ് ഞാൻ കയറിയത്. അപകടത്തിന്റെ ഇമ്പാക്റ്റ് 90% എൻ്റെ ഇടത് കൈക്കാണ് കിട്ടിയത്. റേഡിയസ്, അൾന എന്നീ 2 എല്ലുകളും ഒടിഞ്ഞു. പെയിൻ കില്ലർ എടുത്തിട്ടും മരണവേദനയാണ് ഞാൻ അന്ന് അനുഭവിച്ചത്. കണ്ണിൽ നിന്നും പൊന്നീച്ച് പാറുകയായിരുന്നു. സർജറി ഉണ്ടായിരുന്നത് കൊണ്ട് അപകടം നടന്ന രാത്രി തന്നെ സർജറി നടന്നു. കൈക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു. കൂടാതെ സെഗ്മെന്റൽ ഫ്രാക്ചറും 2 കൈയിലും കാസ്റ്റിട്ടു. കാലിൽ കാനൂല ഇടാൻ കഴിയാത്തത് കൊണ്ട് കഴുത്തിലാണ് ഇട്ടത്. സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന എന്നെപ്പോലെ ഒരാളുടെ പ്രധാന ടൂൾ ശരീരമാണ്. അതുകൊണ്ട് തന്നെ പരിക്ക് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു തുടങ്ങി. വെളുപ്പിനാണ് സർജറി കഴിഞ്ഞത്. 10-12 പ്രാവശ്യം ഛർദ്ദിച്ചു. പോരാത്തതിന് കടുത്ത വേദനയും. പിന്നീട് അങ്ങോട്ട് കുറച്ചുനാൾ ആശുപത്രി ജീവിതമായിരുന്നു. 60-80ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം എന്ത് ചെയ്താലും ഛർദ്ദിയായിരുന്നു. ഒരുപാട് വേദന സഹിച്ചു. എൻ്റെ ഈശോയെ എന്ന് മാത്രമേ എൻ്റെ വായിൽ നിന്നും വരുന്നുണ്ടായിരുന്നുള്ളൂ എന്നും ഗബ്രി പറയുന്നു.